ഹായ് കൂട്ടുകാരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 3rd സെമ്മിലെ ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റിൻ്റെ 6th ബ്ലോക്കിലെ 1 യൂണിറ്റാണ് ഐഡിയൽസ് ഓഫ് സെക്യുലാരിസം ഡെമോക്രസി. എന്താണ് ഐഡിയൽസ് ഓഫ് സെക്യുലാരിസം ഡെമോക്രസി എന്ന് പറയുന്നത്? സെക്യുലാരിസം എന്ന് വെച്ചാൽ മതേതരത്വം എന്നാണ്. മതേതരത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് മതനിരപേക്ഷതയുടെ അർത്ഥം രാഷ്ട്ര നിർമ്മാണത്തിൻ്റെയും സംയോജനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ദേശീയ വളർച്ചയ്ക്കും വികസനത്തിനുമായി ജവഹർലാൽ നെഹ്റു മതനിരപേക്ഷ എന്ന ആശയം ഉപയോഗിച്ചു. മതനിരപേക്ഷത എന്നാൽ മതത്തെ ഭരണകൂടത്തിൽ നിന്ന് വേർപെടുത്തുക എന്നതാണ്. ഒരു പൗരനോട് അവനോ ആകട്ടെ മതത്തിൻ്റെ പേരിൽ വിവേചനം കാണിക്കാൻ ഭരണകൂടം അനുവദിക്കുന്നില്ല. ഇത് ആവശ്യപ്പെടുന്നു. അത് ഭരണഘടന ഉറപ്പു നൽകുകയും ഒരു മതനിരപേക്ഷ രാഷ്ട്രവും സമൂഹവും കെട്ടിപ്പടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, നിലനിൽക്കുന്ന അക്രമങ്ങൾ എന്നിവ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കാൻ നേതാക്കളെ പ്രേരിപ്പിച്ചു. വിവേചനം തടയാനുള്ള ഏകമാർഗം യുക്തിസഹമായ ചിന്താഗതിയുള്ള വ്യക്തികളിലൂടെയാണ്. ഇന്ത്യ മതനിരപേക്ഷതയെ മുറുകെ പിടിക്കുന്നു. ഭരണഘടനയിലെ 42ാം ഭേദഗതിയും ഭരണഘടനയുടെ ആമുഖവും അനുസരിച്ച് ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ 1976 42ാം ഭേദഗതി പ്രകാരം സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇൻ്റഗ്രിറ്റി എന്ന വാക്കുകൾ ചേർക്കുമ്പോൾ സെക്കുലാരിസത്തിന് വളരെയധികം പ്രാധാന്യം അവിടെ കൊടുത്തത്. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. ഇത് ഒരു പ്രത്യേക മതത്തിനോ അതിൻ്റെ അനുയായികൾക്കോ മുൻഗണന നൽകുന്നില്ല. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 30, ആർട്ടിക്കിൾ 51 തുടങ്ങിയ വിവിധ ഭാഗങ്ങളിലൂടെ മതനിരപേക്ഷതയുടെ വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊരു മതവും ഏറ്റുപറയാനും പ്രവർത്തികമാക്കി കാണിക്കാനുമുള്ള മനസാക്ഷിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വതന്ത്ര ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അതിൽ ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. രാഷ്ട്രം ഒരു മതവുമായും തിരിച്ചറിയപ്പെടില്ല. ഏതൊരു മതവും വിശ്വസിക്കാനും ആചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണകൂടം ഉറപ്പു നൽകുന്നു. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും ഉണ്ടാകില്ല. അടുത്തത്, ഇന്ത്യൻ ജനതയുടെ ഐക്യം ഉറപ്പാക്കുന്ന ഇന്ത്യൻ ജനതയുടെ ചരിത്രപരമായ ഏകത്വം സംരക്ഷിച്ചു പോകുന്നു. എല്ലാ മതത്തിലും ഇക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ ഗാന്ധിജി നമ്മുടെ ഈ സെക്യുലാരിസത്തെ കുറിച്ച് പറഞ്ഞത് സർവധർമ്മ സംഭാവം എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലും സമത്വം. മതത്തെ പൊതുജീവിതത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. ഒരു മതങ്ങൾക്കും ഒരു വ്യക്തിക്കും കഴിയില്ല. സമൂഹത്തിൽ ഇത് പ്രധാനമാണ്. പ്രധാനമായ ഒന്നാണ് മതം. അതിനാൽ എല്ലാവരെയും ബഹുമാനിക്കുക, അതാണ് നാം ചെയ്യേണ്ടതെന്ന് ഗാന്ധിജി സർവധർമ്മ സംഭവത്തിൽ കൂടി നമ്മളെ അറിയിക്കുന്നു. അതുപോലെ നെഹ്റു പറഞ്ഞത് എന്താണ്? ധർമ്മനിരപേക്ഷയാണ് നെഹ്റു പറഞ്ഞത്. എന്തെന്നാൽ മതം ഒരു സ്വകാര്യ കാര്യമായിരിക്കണം. മതേതരത്വം ഒരു രാഷ്ട്രീയ സിദ്ധാന്തം മാത്രമല്ല, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വിപ്ലവകരമായ ആശയമാണ് മതേതരത്തിൻ്റെ പ്രധാന വശമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നമുക്കിതിൻ്റെ റീക്യാപ്പ് ഒന്ന് നോക്കാം. ജനാധിപത്യ രാഷ്ട്രീയ സമ്പ്രദായങ്ങളുടെ അവസ്ഥയും കൂടെ നോക്കാം. സ്വാതന്ത്ര്യ അനന്തരം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് രാഷ്ട്രീയ ജനാധിപത്യവും പൗരത്വ സ്വാതന്ത്ര്യങ്ങളും നടപ്പിലാക്കിയതാണ്. ഓരോ പൗരൻ്റെയും അവകാശങ്ങളും പ്രത്യേക അവകാശങ്ങളും ജനാധിപത്യ ഭരണത്തിൻ്റെ ഫലമാണ്. ജനാധിപത്യം എന്നത് ജനങ്ങൾ വോട്ട് ചെയ്ത് തങ്ങളുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നു. ഒരു ഭരണരീതിയാണ് എപ്പോഴും ജനങ്ങളുടെ ഭരണമായിരിക്കണമെന്നില്ല. ഒരു ജനാധിപത്യ ഭരണത്തിന് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അന്തിമ തീരുമാനം ഒരു ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നേതാക്കന്മാരാണ് അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നത്. സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ. ഒരു ജനാധിപത്യ ഭരണം സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പിൽ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. വോട്ട് ചെയ്യാനുള്ള അവകാശം. ഓരോ പ്രായപൂർത്തിയായ പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഈ വോട്ടുകൾ ആ വോട്ടിന് മൂല്യമുണ്ട്. അതിനാൽ ജനാധിപത്യം രാഷ്ട്രീയ സമത്വത്തിൻ്റെ തത്വങ്ങളാണ്. അതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഭരണഘടനാനുസൃതമായ ഭരണം
ഒരു ജനാധിപത്യ സർക്കാർ ഭരണഘടനയിലെ നിയമങ്ങൾക്കനുസരിച്ച് ഭരണം നടത്തുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിലെ മെയിൻ പോയിന്റുകൾ എന്ന് പറയുന്നത്. അതിപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാം, നമുക്ക് ഒന്നും കൂടെ പറയാം. എയിൽ പറയുന്നത് അന്തിമ തീരുമാനം ഒരു ജനാധിപത്യത്തിൻ്റെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നേതാക്കന്മാരാണ് അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന്. രണ്ടാമത്തേൽ പറയുന്നത് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ ഒരു ജനാധിപത്യ ഭരണം സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾക്ക് അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന്. മൂന്നാമത് പറയുന്നു വോട്ട് ചെയ്യാനുള്ള അവകാശം ഓരോ പ്രായപൂർത്തിയായ പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഈ വോട്ടുകൾ മൂല്യമുള്ളതാണ്. അതിനാൽ ജനാധിപത്യ രാഷ്ട്രീയ സമത്വത്തിൻ്റെ തത്വങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന്. നാലാമത് പറയുന്നു ഭരണഘടന അനുസൃതമായ ഭരണം ഒരു ജനാധിപത്യ സർക്കാർ ഭരണഘടനയിലെ നിയമങ്ങൾക്കനുസരിച്ച് ഭരണം നടത്തുന്നു എന്നുള്ളതാണ്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ജനാധിപത്യത്തെക്കുറിച്ച് മെയിനായിട്ട് പറയുന്നത്. ഇതിൻ്റെ റീക്യാപ്പാണ് സെക്യുലാരിസം ഫോർ നാഷണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. സെക്യുലാരിസം എന്ന് പറയുന്നത് നമ്മുടെ ദേശത്തിൻ്റെ വളർച്ചയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. സെക്യുലാരിസം മീൻസ് ദ സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം ദ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് പൊളിറ്റിക്സ്. സെക്യുലാരിസം എന്ന് പറയുന്നത് രാഷ്ട്രത്തെയും മതത്തെയും വേർതിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. സ്റ്റേറ്റ് എൻഷുർ ദാറ്റ് നോ റിലീജിയസ് ഗ്രൂപ്പ് ഇൻ ഡൊമിനിയൻ ഓവർ അതേഴ്സ്. അതുപോലെ 42ാം ഭേദഗതി അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർത്തതാണ് സെക്യുലാരിസം എന്നത്. ഇന്ത്യൻ മോഡൽ ഓഫ് ദ സെക്യുലാരിസം ഡിഫറൻറ്റ് ഫ്രം ദ വെസ്റ്റിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ത്യൻ സെക്യുലാരിസം എന്ന് പറയുന്നത്. റിലീജിയൻ ഷുഡ് നോട്ട് ബി എ പ്രൈവറ്റ് മാറ്റർ. നമ്മുടെ റിലീജിയൻ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് മാറ്റർ അല്ല. ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ദ ഗവൺമെൻറ് ഇൻ വിച്ച് ദ പീപ്പിൾ എലക്ട് ദ റൂളേഴ്സ്. നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ നമ്മുടെ റൂളർമാരെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ പാർലമെൻ്ററി ഡെമോക്രസി ഈസ് ഗ്രൗണ്ട് ഓൺ ദ റൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിയമം എന്ന് പറയുന്നത് പാർലമെൻ്ററി ഡെമോക്രസിയാണ്. പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ ലോകസഭയും രാജ്യസഭയും പ്രസിഡൻറ്റുമാണ്. അതും തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ വോട്ടിട്ടാണ് ലോകസഭയിലുള്ള അംഗങ്ങളും രാജ്യസഭയിലുള്ള അംഗങ്ങളും തിരഞ്ഞെടുത്ത് അതുവഴി പ്രസിഡൻറ്റിലേക്ക് ചെന്നെത്തുന്നത്. പാർലമെൻ്ററി ഡെമോക്രസി എൻഷുർഡ് ഈക്വൽ ഷെയർ സോഷ്യൽ ഫോർമേഷൻ്റെ തുല്യതയെയാണ് പാർലമെൻ്ററി ഡെമോക്രസി കാണിക്കുന്നത്. അതുപോലെ വാട്ട് ഈസ് സെക്യുലാരിസം? സെക്യുലാരിസം എന്ന സെപ്പറേഷൻ ഓഫ് റിലീജിയസ് ഫ്രം സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്സ്. രാഷ്ട്രത്തെയും മതത്തെയും വേർതിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്. രാഷ്ട്രത്തെയും മതത്തെയും വേർതിരിക്കുന്നതാണ് സെക്യുലാരിസം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ തിയോക്രാറ്റിക് സ്റ്റേറ്റ്? എന്താണ് തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? എന്താണ് തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ദൈവത്താലോ മതപരമായോ വിശ്വാസങ്ങളാലോ ഭരണം നടക്കുന്ന ഒരു വ്യവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദൈവത്താലോ മതപരമായ വിശ്വാസങ്ങളാലോ ഭരണം നടക്കുന്ന ഒരു വ്യവസ്ഥയാണ് സൂചിപ്പിക്കുന്ന തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. വിച്ച് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർഡ് ദ ഇന്ത്യ സെക്കുലർ സ്റ്റേറ്റ്? ഏത് അമെൻമെൻറ്റ് അനുസരിച്ചാണ് എന്നുള്ളതാണ്. എന്താണ് 42nd അമെൻമെൻറ്റ് അനുസരിച്ചാണ് 1976. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർഡ് ദ സെക്യുലാരിസം പ്രിൻസിപ്പിൾസ്? ഏത് ആർട്ടിക്കിൾസിലാണ് ഇത് പറയുന്നത്? ഏതൊക്കെ ആർട്ടിക്കിൾസ് ഉണ്ടെന്നാണ്? ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റിയെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 15 ഡിസ്ക്രിമിനേഷൻ വേർതിരിവിനെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 16 തുല്യമായ അവസര സമത്വത്തെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 25 മുതൽ 26, 27, 28, 29, 30 വരെ നമ്മുടെ മതത്തെയും അതുപോലെ തന്നെ നമ്മളെ വിദ്യാഭ്യാസത്തെയും നമ്മളെ കൾച്ചറിനെ കുറിച്ചും പറയുന്നു. 51A വിദ്യാഭ്യാസം നിർബന്ധമാണ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. What right do Article 25 guarantee to the citizen? Freedom of a constitution, the freedom of the profess any religion and the right to practice. നമുക്ക് അതിനെ നമ്മുടെ മതത്തിനെ പ്രാക്ടീസ് ചെയ്യുവാൻ ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ശരിയായ രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ട് വരാനുള്ള ഫ്രീഡം, അതിനെ പ്രചരിപ്പിക്കുവാനുള്ള ഫ്രീഡം നമുക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. വാട്ട് വാസ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി വെസ്റ്റേൺ സെക്യുലാരിസം? എന്താണ് വെസ്റ്റേൺ സെക്യുലാരിസത്തിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ദ സ്റ്റേറ്റ് വിൽ നോട്ട് ഇൻവെർൻസ് ഇൻ ദ അഫെയർസ് ഓഫ് ദി റിലീജിയൻ ആൻഡ് ദ വൈസ് വേഴ്സ. ഗാന്ധിയുടെ ഐഡിയാസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഗാന്ധിയുടെ ഐഡിയാസിൽ വരുന്നത്, ഗാന്ധിയുടെ ഐഡിയാസ് എന്ന് പറയുന്നത്
സർവധർമ്മ സംഭവ് എന്ന് വെച്ചാൽ എല്ലാ മതത്തിലും മതത്തെ പോലെ എന്താണ് പൊതുജീവിതത്തിൽ വേർപെടുത്താൻ ഒരിക്കലും പൊതുജീവിതത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുക എന്നാണ് പറഞ്ഞത്. വാട്ട് ഈസ് ദ നെഹ്റു ഐഡിയാസ് ഓഫ് സെക്യുലർ? നെഹ്റുവിൻ്റെ ഐഡിയാസിൽ അദ്ദേഹം പറഞ്ഞത് ധർമ്മനിരപക്ഷ എന്നാണ്. എന്ന് വെച്ചാൽ മതം ഒരു സ്വകാര്യ കാര്യമായിരിക്കണമെന്നും മതോദരത്വം ഒരു രാഷ്ട്രീയ സിദ്ധാന്തം മാത്രമല്ല, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വിപ്ലവകരമായ ആശയമാണ് മതോദരത്തിൻ്റെ പ്രധാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ധർമ്മനിരപേക്ഷയിൽ കൂടി. വാട്ട് ടൈപ്പ് ഓഫ് ദ ഡെമോക്രസി ഇൻ ഇന്ത്യ ഡിഡ് ഇന്ത്യ അഡോപ്റ്റ്? അത് പാർലമെൻ്ററി ഡെമോക്രസിയാണ്. ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണത്തലവനെ തിരഞ്ഞെടുത്ത് നടത്തുന്ന പാർലമെൻ്ററി ഡെമോക്രസിയാണ് ഇവിടുത്തെ സെക്യുലാരിസം അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത്. അതുപോലെ ഇതിലെ യൂണിറ്റ് 2 ആണ് നെഹ്റു ആൻഡ് ന്യൂ ഇന്ത്യ. നെഹ്റു അധികാരത്തിൽ വന്ന് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയായി വന്നതിന് ശേഷം എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള എന്ന കാര്യങ്ങളാണ്. നെഹ്റു ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്ററായി വന്നതിന് ശേഷം ഗ്രോത്ത് ഓഫ് ദി ഇലക്ട്രൽ പ്രോസസ്സിന് വളരെയധികം മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ വന്നു, ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വന്നു, സോഷ്യൽ ചേഞ്ചസ് കൊണ്ടുവന്നു, എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നു, അങ്ങനെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ കൊണ്ടുവന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നെഹ്റു കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ റീക്യാപ്പും വായിച്ച് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ കിട്ടും. ഇതിൽ തന്നെ കംപ്ലീറ്റ് പോയിൻറ്റുകളും ഉണ്ട്. നമുക്ക് വേറെ എങ്ങും പോകണ്ട, അത് ടെസ്റ്റ് വായിക്കേണ്ടത് ഇതിലെല്ലാം ഉണ്ട്. ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ 1951-52 കാലത്തിലായിരുന്നു. അതൊരു വലിയൊരു ബിഗ്ഗസ്റ്റ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഡെമോക്രസിയുടെ ജനാധിപത്യ രാജ്യത്തിൻ്റെ ആദ്യം നടക്കുന്ന ഇലക്ഷനാണ്. ജനാധിപത്യം ആയതിനു ശേഷം 1951-52 ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത്. അത് ഇലക്ഷൻ വെയർ ബേസ്ഡ് ഓൺ എ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി. അതുപോലെ തന്നെ അഡൽട്ട് ഫ്രാഞ്ചൈസിയാണ്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി, പ്രായപൂർത്തി വോട്ടവകാശമാണ് ഇവിടെ നടക്കുന്നത്. ദ ഇലക്ഷൻ സിസ്റ്റം ഓഫ് ഇന്ത്യ വാസ് ബേസ്ഡ് ഓൺ ദ ഡയറക്റ്റീവ് മെൻഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ ഇലക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഡയറക്റ്റീവ് മെൻഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഡയറക്റ്റീവായിട്ട് ജനങ്ങൾ നേരിട്ട് വോട്ടിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ഷൻ ആർ ദ കണ്ടക്റ്റഡ് ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ ഹെഡഡ് ബൈ ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണറുടെ ഹെഡ് ആയിരുന്നത് സുകുമാർ സെൻ ആയിരുന്നു ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത്. ദ ഇലക്ഷൻ കമ്മീഷൻ വാസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ബോഡി. ഇലക്ഷൻ കമ്മീഷനൊക്കെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ബോഡി ആയിട്ടാണ് നടക്കുന്നത്. രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആദ്യമായിട്ട് ഇലക്ഷൻ നടത്തിയെടുത്ത നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാജേന്ദ്ര പ്രസാദ്. ദ ഫസ്റ്റ് ഇലക്ടഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാജേന്ദ്ര പ്രസാദ്. അതുപോലെ ഡോക്ടർ രാധാകൃഷ്ണൻ ആയിരുന്നു ഇലക്ഷൻ ചെയ്തെടുത്ത വൈസ് പ്രസിഡന്റ്. അതെന്ന് വെച്ചാൽ ദ ഫസ്റ്റ് ഇലക്ടഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. ഫോളോഡ് ദ പാർലമെന്ററി സിസ്റ്റം. നമ്മൾ ഫോളോ ചെയ്തു വന്നത് പാർലമെന്ററി സിസ്റ്റത്തെ ആയിരുന്നു. അതുപോലെ ക്യാബിനറ്റ് സിസ്റ്റമാണ് ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. ക്യാബിനറ്റ് സിസ്റ്റം ആയിരുന്നു. എസ്റ്റാബ്ലിഷ്ഡ് ഫെഡറലിസം ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രസിയുടെ സവിശേഷത തന്നെ ഫെഡറലിസം ആയിരുന്നു. അതിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദ സുപ്രീമസി ഓഫ് ദ സിവിൽ ഗവൺമെൻറ് ഓവർ ദ ആംഡ് ഫോഴ്സ്. സിവിൽ ഗവൺമെൻറ് മുകളിലായിട്ടാണ് ഇവിടുത്തെ ആംഡ് ഫോഴ്സ് ആയിരുന്നത്. അതുപോലെ തന്നെ ടുക്ക് മെഷേഴ്സ് ടു ചെക്ക് ദ ഗ്രോത്ത് ഓഫ് ആംഡ് ഫോഴ്സ്. അതിനുള്ള മെഷേഴ്സും ചെക്ക് ചെയ്യാനുള്ള മെഷേഴ്സും ഉണ്ടായിരുന്നു. നെഹ്റു ട്രൈഡ് ടു സ്കാപ്പ് ഇന്ത്യ സിവിൽ സർവീസ് ബട്ട് അൺസക്സസ്ഫുൾ. പക്ഷെ അദ്ദേഹം സിവിൽ സർവീസ് കൊണ്ടുവന്ന് അദ്ദേഹം ട്രൈ ചെയ്തെങ്കിലും അത് വളരെ അൺസക്സസ്ഫുൾ ആയിരുന്നു. അത് വിജയം കൊണ്ടില്ലായിരുന്നു. സയൻറ്റിഫിക് പോളിസീസ് റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ബൈ ലോകസഭ മാർച്ച് 1958. സയൻറ്റിഫിക്കായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന പോളിസി പാസ് ചെയ്തത് ലോകസഭയിൽ പാസ് ചെയ്തു. അത് 1958 മാർച്ചിലായിരുന്നു. ഇന്ത്യ ഫസ്റ്റ് നാഷണൽ ലബോറട്ടറി ദ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി വാസ് സെറ്റപ്പ് ഓൺ 4 ജനുവരി 1947. 1947 ജനുവരി 4-ാം തീയതിയാണ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി കൊണ്ടുവന്നത്, സ്വാതന്ത്ര്യം കിട്ടും മുൻപ്. 1952 ഫസ്റ്റ് 5 ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നു 1952. പിന്നെ 1948 ആയപ്പോഴത്തേക്ക് ഇന്ത്യ
സെറ്റപ്പ് ദ അറ്റോമിക് എനർജി കമ്മീഷൻ. ഹോമി ജെ ഭാഭ ആസ് ഇറ്റ് ചെയർമാൻ. അറ്റോമിക് എനർജി കമ്മീഷൻ കൊണ്ടുവരികയും അതിൽ ആദ്യത്തെ ചെയർമാനായിട്ട് ഹോമി ജെ ഭാഭയെ നിയമിക്കുകയും ചെയ്തു. ദ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇൻ കോസ്പർ വാസ് സെറ്റപ്പ് 1962. 1962 എന്ത് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ സ്പേസ് റിസർച്ച് കമ്മിറ്റി, നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് കൊണ്ടുവന്ന്. വർക്ക് ഫോർ ദ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് ദ സൊസൈറ്റി. കംപ്ലീറ്റ് നമ്മുടെ സമൂഹത്തിൽ ഏത് പാറ്റേണാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റ് വർക്കാണ് ഉപയോഗിച്ചത്. അതുപോലെ ഹിന്ദു കോഡ് ബില്ല് മൂവ് ചെയ്തത് പാർലമെൻറ്റിൽ മൂവ് ചെയ്തത് 1951. അതുപോലെ അൺടച്ചബിലിറ്റി ദ ആൻറ്റി അൺടച്ചബിലിറ്റി ലോ കൊണ്ടുവന്നത് 1955. അത് പ്രകാരം അൺടച്ചബിലിറ്റി വേലത്തരം കാണിച്ചു കഴിഞ്ഞാൽ 2 വർഷം പിഴയോടുകൂടി ജയിൽവാസം അനുഷ്ഠിക്കണമായിരുന്നു. ദ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് വാസ് അപ്പോയിൻറ്റഡ്. SC STക്കാർക്ക് അവരുടെ കമ്മീഷനെ കുറിച്ചുള്ള കമ്മീഷൻ ഷെഡ്യൂൾ ചെയ്തത് ഈ സമയത്താണ് അപ്പോയിൻറ്റ് ചെയ്തത്. പിന്നെ എൻറോൾമെൻറ്റ് ഇൻ സ്കൂൾസ് ഇൻക്രീസ്ഡ്. അതുപോലെ തന്നെ സ്കൂളുകളെല്ലാം എൻറോൾമെൻറ്റ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. 2 മേജർ ഡെവലപ്മെൻറ്റ് വേർ ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആൻഡ് ദ പഞ്ചായത്ത് രാജ് കൊണ്ടുവന്നത് ഈ സമയത്താണ്. നമ്മളെ സമൂഹത്തിന് വികസനം വരാൻ, വളർച്ച ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ പഞ്ചായത്ത് രാജ് വന്നത്. വിച്ച് വേർ ദ ഇൻട്രൊഡ്യൂസ്ഡ് 1952 ആൻഡ് 1959 റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ 1952 ആയപ്പോഴാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് പഞ്ചായത്ത് രാജ്, പ്ലാനിംഗ് കമ്മീഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ സമയത്താണ് വന്നത്. അടുത്തതിൽ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. വാട്ട് വാസ് ദ ബേസിക് ഓഫ് ദി ഇലക്ഷൻ ഓഫ് 1951-52? എന്തായിരുന്നു ഇലക്ഷൻ്റെ ബേസ് എന്ന് പറയുന്നത്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി ആയിരുന്നു. പ്രായപൂർത്തി വോട്ടവകാശമായിരുന്നു. who is eligible to vote according to the adult ഫ്രാഞ്ചൈസി. ആർക്കാണ് എലിജിബിൾ ആയിരുന്നത് ഈ പ്രായപൂർത്തി വോട്ടവകാശം? ആർക്കാണെന്ന് വെച്ചാൽ ദോസ് ഹൂ വെയർ 21 years ഓഫ് ഏജ് ഓർ എബോവ്. 21 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. 61ാം ഭേദഗതി അനുസരിച്ച് രാജീവ് ഗാന്ധി ഉള്ളപ്പോഴായിരുന്നു 18 വയസ്സിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടായത്. എന്നാൽ 1951-52 ആ കാലഘട്ടത്തിൽ ആദ്യത്തെ ഇലക്ഷൻ നടക്കുമ്പോൾ 21 വയസ്സായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളായിരുന്നു, വോട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഹൂ വാസ് ദ ഹെഡ് ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ? ആരാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇലക്ഷൻ കമ്മീഷണറാണ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. അതുപോലെ ഹൂ വാസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ? ആർക്കാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടി? എന്താണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? കണ്ടക്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക എന്നാണ് അവരുടെ ഡ്യൂട്ടി. ഹൂ വാസ് ദ ഫസ്റ്റ് ഇലക്ടഡ് പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്? Who was the first elected president of the Indian Republic? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആദ്യമായി ഇലക്ഷൻ വഴി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. Who was the first elected vice president of the Indian Republic? ഡോക്ടർ രാധാകൃഷ്ണനെയാണ് ആദ്യമായി ഇലക്ഷൻ ചെയ്ത് വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. വെൻ വാസ് ദ സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ പാസ്ഡ്? എപ്പോഴാണ് സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ പാസ് ചെയ്തത്? മാർച്ച് 1958 സയൻറ്റിഫിക് റെസൊല്യൂഷൻ പാസ് ചെയ്തത്. അപ്പോൾ 1958 സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ പാസ് ചെയ്തു. വിച്ച് ഇന്ത്യാസ് ഫസ്റ്റ് നാഷണൽ ലബോറട്ടറി? ആദ്യത്തെ നാഷണൽ ലബോറട്ടറി ഏതാണെന്ന്? ദ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ആണ്. ആദ്യത്തെ ലബോറട്ടറി ഏതാണെന്ന് വെച്ചാൽ ദ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി. 1947 ജനുവരി 4 ജാനുവരി 1947 നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി സെറ്റപ്പ് ചെയ്തത്. വെൻ വാസ് ദ ഫസ്റ്റ് 5 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സെറ്റപ്പ്? 1952 1952 വാട്ട് വെയർ ദ ഫസ്റ്റ് 5 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സെറ്റപ്പ്? എവിടെയൊക്കെയാണ് ഫസ്റ്റ് 5 ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി സെറ്റപ്പ് ചെയ്തത്? ഗാരഖ്പൂർ, മദ്രാസ്, ബോംബെ, കാൻപൂർ ആൻഡ് ഡൽഹി. വെൻ വാസ് ദ അറ്റോമിക് എനർജി കമ്മീഷൻ സെറ്റപ്പ്? എപ്പോഴാണ് അറ്റോമിക് എനർജി കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത്? ഓഗസ്റ്റ് 1948. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദി അറ്റോമിക് എനർജി കമ്മീഷൻ? ഹോമി ജെ ഭാഭയാണ്. ഹോമി ജെ ഭാഭ. വെയർ വാസ് ദ ഫസ്റ്റ് ന്യൂക്ലിയർ റിയാക്ടർ സെറ്റപ്പ് ഇൻ ഇന്ത്യ? ട്രോംബെ ബോംബെയിലാണ്. ട്രോംബെ ബോംബെ. വാട്ട് ഈസ് ഇൻകോസ്പർ? എന്താണ് ഇൻകോസ്പർ? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ്.
വെൻ വാസ് ദ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ ദ സ്പേസ് റിസർച്ച് സെറ്റപ്പ്? എന്നായിരുന്നു? 1962 വേർ ഈസ് ഇന്ത്യ റോക്കറ്റ് ലോഞ്ചിങ് ഫെസിലിറ്റി സിറ്റുവേറ്റഡ്? അത് എവിടെയാണ് ചെയ്തത്? തുമ്പയിലാണ്. വേർ ഈസ് ഇന്ത്യ റോക്കറ്റ് ലോഞ്ചിങ് ഫെസിലിറ്റി സിറ്റുവേറ്റഡ്? തുമ്പയിലാണ്. വിച്ച് കോൺഗ്രസ് സെക്ഷൻ അക്സെപ്റ്റഡ് ദ ഐഡിയാസ് ഓഫ് സോഷ്യൽ പാറ്റേൺ ഓഫ് സൊസൈറ്റി? ഏത് സെക്ഷനായിരുന്നു? INCയുടെ ഏത് സെക്ഷനാണെന്ന് വെച്ചാൽ അവാസി സെക്ഷൻ. വിച്ച് 5-year പ്ലാൻ ഇൻകോർപ്പറേറ്റ് ദ ഐഡിയ ഓഫ് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി? ഏത് 5-year പ്ലാനിലാണ് ഈ ഐഡിയ സോഷ്യലിസ്റ്റ് പാറ്റേൺ സൊസൈറ്റി എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നതെന്നാണ് ചോദിക്കുന്നത്. സെക്കൻഡ് ആൻഡ് തേർഡ് 5-year പ്ലാനിലാണ്. ഏതാണ്? 5-year പ്ലാനിലാണ്. എന്തോന്ന്? സെക്കൻഡ് ആൻഡ് തേർഡ് 5-year പ്ലാനിലാണ് ഇൻകോർപ്പറേറ്റ് ദ ഐഡിയ ഓഫ് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി കൊണ്ടുവന്നത്. വെൻ വാസ് ആൻറ്റി അൺടച്ചബിലിറ്റി ലാ പാസ് ചെയ്തത്? 1955. വെൻ വാസ് ദ ഹിന്ദു കോഡ് ബിൽ മൂവ്ഡ് ചെയ്തത്? പാർലമെൻറ്റിൽ എന്നാണ് ഹിന്ദു കോഡ് ബില്ല് പാസ്സാക്കിയെന്ന് പറഞ്ഞാൽ 1951. വെൻ വാസ് ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ്ഡ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 1952. വെൻ വാസ് ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ്? എന്നാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ 1959. Okay, thank you.